ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ചമ്മന്തിക്കറിയും ദോശയും ചായയും കഴിക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒന്ന് ആറ്റിങ്ങിൽ പോകാൻ പോവാണ്. ഞാനും അമ്മയും വല്യമ്മയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ ആറ്റിങ്ങിലെ ഗൂഗിൾ മെഡിക്കൽ സെൻറ്ററിലെത്തി. ചിഞ്ചുവിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പം ഞാൻ വണ്ടി പാർക്ക് ചെയ്തതാണ് കാണിച്ചത്. നന്നായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും ഡെൻ്റൽ ക്ലിനിക്ക് പോയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവളെ ഒന്ന് കാണിക്കണം, ഇവൾക്ക് അലർജി ഉണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ട് ഞങ്ങൾ ഇനി അടുത്ത കല്യാൺ സിൽക്സിൽ പോവാണ്. അങ്ങനെ കല്യാൺ സിൽക്സിൽ പോയി ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇല്ല, ഈ ഒരു 2 ഷെയ്ഡേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം നമ്മൾ എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓണത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കി. എനിക്ക് ഈ ഒരു 3 റണ്ണിങ് മെറ്റീരിയൽ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നല്ല വെയിൽ, ഞങ്ങൾ നടന്ന് പരാഗിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം അവിടെ നിന്നാണ് ഞാൻ ആവണിയുടെ കല്യാണത്തിനിട്ട സ്കേർട്ട് വാങ്ങിയത്, ആ റണ്ണിങ് മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ വന്ന് ഞാനൊരു ടോപ്പിന്, ഞങ്ങളുടെ ജസ്റ്റ് ലെഗിൻസിനോടൊക്കെ ഇടാൻ വേണ്ടി ടോപ്പിന് ഇതിന്നൊരു 2 മീറ്റർ കട്ട് ചെയ്തെടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാണുന്ന വൈറ്റ് കളറിലെ ഓഫ് വൈറ്റ് കളറിൽ റണ്ണിങ് മെറ്റീരിയൽ സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു. 1 മീറ്ററിന് 260 എന്തോ ആണ്. അപ്പോൾ അതിനുള്ള ടോപ്പാണ് നോക്കുന്നത്. ഇത് ഭയങ്കര കളർ മിനുക്കുമായിട്ട് അത് മാറ്റിയിട്ട് ഈ ഒരു കളറാണ് ഞാൻ എടുത്തത്. എനിക്കെന്തോ ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൽ നിന്ന് 1 മീറ്ററും എടുത്തു. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. അമ്മയുടെ മഞ്ചാടിയിൽ ഓണം സെലിബ്രേഷന് ഞാൻ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കാർ പോയി എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്നും പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ആര്യാസിൻ്റെ താഴെയുള്ള ആ വഴി കൂടെ ഞാൻ എവിടെയോ കൊണ്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ പോയി എടുക്കുകയാണ്. ഞാനും ചിഞ്ചുവും കൂടെയാണ് കാർ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ പോയത്. കാറൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ചിഞ്ചുവിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വഴിയാണ് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്ന് കാര്യമൊക്കെ പറഞ്ഞ് പതിയെ വന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കയറിയിട്ട് ബസ് കയറി വീട്ടിൽ പോവുമായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പം ആറ്റിങ്ങലെ ഈ ഒരു പരിസരത്ത് വന്നാൽ മോഡേൺ ബേക്കറിലെ പപ്സ് കഴിക്കാതെ വേറൊരു പരിപാടി ഇല്ല. അപ്പോൾ ഞാൻ പപ്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഈ വീട്ടിലെത്തി. അത് കഴിഞ്ഞപ്പോൾ നല്ല ചമ്മന്തിയും വിഴുക്കും അച്ചാറും ചോറും മുട്ടപ്പൊരിച്ചുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷൻ ഇതാണ്. ഈ ബിരിയാണി ചോറിൻ്റെ കൂടെ ഇത് ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടന്നൊന്നങ്ങ് ഉറങ്ങി. കുഞ്ഞിയുടെ വീട്ടിൽ പോയാണ് കിടന്ന് ഉറങ്ങിയത്. അത് കഴിഞ്ഞ് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്നു. ഇവിടെയാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പം ചിഞ്ചു ഇവിടെ ട്യൂഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ചോറ് തന്നെയാണ് വീണ്ടും കഴിച്ചത്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.